വെക്കുന്നു. മറ്റേ ഞങ്ങള് ചെന്നൈയിലേക്ക് വന്നതാ. ഞങ്ങൾ അവിടെ ഇല്ലേ ഇന്ത്യൻ എംബസിയെ, അവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ചെയ്യുമല്ലേ? കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ശ്രമിക്കും. ദേവസ്ഥാനമല്ല ഇതിനകത്ത് അരച്ചു കൊടുക്കുന്നത്. എന്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ? ദേവസ്ഥാനം സ്പെഷ്യലാ. അരയിലയിൽ അരച്ച ചമ്മന്തി. ഇത് ഭയങ്കര വലിയ ഗ്ലാസ് അല്ലേ? എനിക്ക് ഇച്ചിരി ചെറുതാക്കിയാ തന്നാ ആവശ്യം കുടിച്ചാൽ കുഴപ്പമില്ല. ഏതരിയത്? സെല്ല റൈസാ? അല്ലല്ല, ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയുടെ നീളം കണ്ട കണ്ട 17 കിലോ മൊത്തം ഉണ്ടാക്കുക. 17 കിലോ മൊത്തം ഉണ്ടാക്കുക. ഇവർക്ക് തോനെ കൊടുക്കണം ഇതിന്. ഞാൻ കഴിവാ ഇങ്ങനെ രണ്ടായിട്ട് വെച്ച് കൊടുക്കണം. ഇത് ഇറച്ചി ആദ്യം വയ്ക്കും അല്ലേ? ഇങ്ങനെ രണ്ടായിട്ട് വെക്കുന്നറിയോ? അല്ലേ അവർക്ക് പീസ് ചോറ് വേറെ അല്ല ചെണ്ണ വെക്കുന്നേ. ഇത് രണ്ടായിട്ട് വെച്ചിട്ട് രണ്ടായിട്ട് ദം ചെയ്ത് കൊടുക്കാൻ പറ്റും ഇവർക്ക്. എന്നാ ദം ചെയ്യുന്നത്? ദം ചെയ്യുന്ന 2 ശരീരത്തിലാക്കും. 2 സെറ്റിൽ കൊണ്ടുപോകുന്നില്ലേ? ഷൂട്ടിങ്ങിനായിട്ടുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളങ്ങ് ഓർക്കാതെ നമ്മൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി മുളകില്ല, കറിവേപ്പില. ഇത് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? പെട്ടെന്ന് ഇതെന്ത് ഇട്ടിരിക്കുന്നത്? മുളകാ? പച്ചമുളക് മാത്രം. ചേർക്കത്തില്ല. പൊടികളായിട്ട് എന്തോ പിന്നെ ഇടുന്നത്? പൊടികളായിട്ട് ചിക്കൻ മസാല മാത്രം. എന്ത് മുളക് ഇത്? നല്ല മണമല്ലേ? പച്ചമുളക്.
ഇല്ലല്ലോ ഇടുവന്നോ എല്ലാം അഞ്ചു മോളെ ആ മസാല ഒന്ന് പൊടിക്കണം മോളെ. ആ ഇതാണ്ട് ഇത് കട്ട് ചെയ്തിട്ട് കയ്യിലൊന്ന് കാണിച്ചിട്ട് ഇത് ഇങ്ങനെ അങ്ങ് ഇടും ഇല്ലേ നാരങ്ങ? ആ ഇങ്ങനെയുണ്ട്. അക്ക മസാല അല്ലേ? ഏലക്ക, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇതിടത്തില്ല. സാരണി. കുരുമുളക് ഇടുവോ? കുരുമുളക് ഇടണം. ഒത്തിരിയായ കുത്തല് ഇതുവരെ ഒന്നും ചെറുക്കണം. നാരങ്ങ എണ്ണ ഒഴിച്ചോ? പാം ഓയിലും സൺഫ്ലവർ ഓയിലും ഇതിപ്പോ എത്ര കിലോ ഒരു വശത്ത്? ഇത് അതിന്റെ പകുതിയാണ് അല്ലേ? ഏതാ എടുത്തതിന്റെ പകുതി, മൊത്തം എടുത്തതിന്റെ പകുതി. എന്താ മോനെ? ചിക്കൻ ചിക്കൻ ഇത് ഒരാൾക്ക് എത്ര കിലോ ആണ് ഇവിടെ? ഒരു സെറ്റില് ഒരു സെറ്റ് ഒരു മിനിറ്റ്. ഇത് സൺഫ്ലവറാ? അതെ. ചിക്കൻ മസാല അല്ലേ? മസാല ഇത് മാത്രമല്ലേ ഉള്ളൂ പൊടിയിൽ? ഇതിന്റെ നല്ല ഇഷ്ടം. നമ്മളെല്ലാം ഈസ്റ്റേൻ്റെ ഇത് ഇടുന്ന ഇങ്ങനെയാണോ? ഇത്രേ ഉള്ളൂ, ഇത്രേ എടുത്തുള്ളൂ. ഇത് കുക്ക് ചെയ്യുമ്പോൾ എടുത്തില്ല, പെരട്ടി വയ്ക്കും. പെരട്ടി വെക്കും ഇല്ലേ? അത് നാരങ്ങ നീരിന് ഇറച്ചിക്കറി. ഇല്ല ഇത് എല്ലാം കൂടെ ഇട്ട് പെരട്ടി വയ്ക്കും. അവിടെ അമ്മ കഴിക്കുന്നത് കൊണ്ടേ ഒന്നും ചേർക്കത്തില്ല ഇവിടെ. അടച്ചോ. നിങ്ങൾക്ക് എവിടെ രണ്ടുപേർക്കും ചിക്കനും ഇതെന്ത് വരുന്ന കുരുമുളക് അല്ലേ? ഗരം മസാല ഇപ്പം പൊടിച്ചതാ. സ്പൂണിൻ്റെ അടുത്തൊന്ന് കാണിച്ചത്. മറ്റേ വേവിച്ചത് അല്ലേ? ചിക്കൻ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഇത്ര വലിയ പീസല്ലായിരുന്നു. ഇനി കുരുമുളക് ഇടുന്നു. വേറെ രീതി വെക്കും ഞാൻ. ചുമന്ന കളറല്ലേ? അങ്ങനെ
അങ്ങനെയും വെക്കും. ഇല്ല, മസാല കറക്റ്റാണ്. കോഴി വെള്ളം ഈസ്റ്റർ അല്ലേ, വെള്ളം കുത്തി വെച്ചതാ, നമ്മൾ വെള്ളം ചേർത്തതല്ലല്ലോ. ഇവിടെ മോൻ്റെ കൂട്ടുകാർ വരുമ്പോഴേ എപ്പോഴും പറയും യൂട്യൂബ് ചാനൽ തുടങ്ങി. നിങ്ങളിവിടെ ഒരു ക്യാമറ വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്താൽ മതി. എല്ലാ ദിവസവും ഉണ്ടാക്കുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ഇടുന്നത് അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി. അതായി വരുമ്പോഴത്തേക്ക് നല്ലൊരു വരുമാനമായിരിക്കും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നിങ്ങളുടെ വശം മാത്രം വെച്ചാൽ കപ്പിഞ്ഞെടുത്തേ. നാരങ്ങ വെള്ളം പിഴിഞ്ഞാൽ വേണ്ട വേണ്ട, ഇപ്പം കുടിച്ചാ വെള്ളം കുടിച്ചു. ഇപ്പം വെള്ളം കുടിച്ചു. രണ്ട് അവർ തൈരൂടെ മേടിക്കേ. രണ്ട് അവിടെ ഇനി ഒരു സെറ്റ് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തായിരിക്കും അല്ല എണ്ണ. അരി ആയല്ലേ അല്ലേ, നീ ദം ചെയ്യുമല്ലോ. വെന്തില്ല. നോക്കുന്നതൊരാശ്വാസം. അങ്ങനെ എണ്ണ അടിയിലിടുക. ഓ ആ എടുക്കാം. ഇത് നെയ്യല്ലേ? നെയ്യ് വെളിച്ചെണ്ണ. നെയ്യും വെളിച്ചെണ്ണയോ? ബിരിയാണിക്കകത്താ? നെയ്യൊന്നും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇത് കാണാം. എന്ത് പുതിനയും മല്ലിയില? പുതിനയിലുണ്ട്, മല്ലിയിലുണ്ട്, കറിവേപ്പിലയുണ്ട്. കറിവേപ്പില ഇടും ഇല്ലേ ബിരിയാണിക്ക്?
ഒന്ന് കാണിക്കാം. നീ എന്ത് ഇടുന്ന? കളർ വേണം കഴിക്കണം. കളർ എന്തിനാ? കളറൊന്നും വേണ്ട, നല്ലതല്ല കളറൊക്കെ. കളറ് നല്ലതല്ല, എസൻസ് നല്ല. പശുപാലിനകത്ത് കളറ് സോഡാപ്പൊടി ഇതൊന്നും ഉപയോഗിക്കത്തില്ല. എന്ത് എസൻസ് എന്ത് ചെയ്യും? അവർ രണ്ടുപേരും അടുത്തൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ചെയ്തുകൊണ്ട് ഒന്നും ചേർക്കാം. കാല് കാല് ഈ വശം ഇങ്ങോട്ട് ഇരുന്നില്ല, കല്ലിരിക്കുന്നു. വീണില്ല ഇരുന്നില്ല. ഇത് ചെറുത്. ഇവിടെ പിടിച്ച കല്ല് ആ ചെറിയ പാത്രം അധികം വലുത് തിരി കയറ്റാത്ത ഇരുന്നു. ഒരുമിച്ചിടുന്ന മൂന്നെണ്ണം ആവില്ലേ? ഇങ്ങനെ കൊണ്ടോ കണ്ട് നല്ലതാണ് ആദ്യം പറഞ്ഞത് കണ്ടോ? നല്ലൊരു എന്തില്ലേ വേറെ ആയി. ഒന്ന് ഇളക്കിയിട്ട് ഒരു പീസും ഇങ്ങനെ ആദ്യമേ പ്ലേറ്റിനകത്ത് എടുത്തു വിട്. കുഴപ്പമില്ല, അവിടെ അകത്തിരുന്ന് കഴിക്കാം. വേണ്ട ഇപ്പം എടുക്കണ്ട. പിന്നെ വീട്ടിൽ ചെന്നാൽ പിന്നെ വീണ്ടും കഴിക്കാൻ പറ്റത്തില്ല. ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി വീട്ടിൽ ആ ശരി മുള്ളോട്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലേക്ക് അയക്കുന്ന എനിക്ക് ആ ലെഗ് പീസും ഇതൊക്കെ വരുന്ന വെച്ചേക്കണേ പറ്റുമെങ്കിൽ കറക്റ്റ് കിട്ടിയത്
കുഴക്കണ്ട കേട്ടോ, അത് ഉള്ളത് മതി. ഒരെണ്ണം കിട്ടിയില്ല, അത് മതി. പറഞ്ഞ രണ്ടു മൂന്നെണ്ണം മതി. ആവശ്യം വെച്ച് പിന്നെ ആവശ്യം വെച്ച് പാത്രത്തിൽ അല്ല, കാല് ഞാൻ ഒരു സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സൈഡ് തിരിച്ചു വെച്ചപ്പോ ഇത് തന്നെ ആയിരുന്നു. ഈ മാളിനെ ഈ ചോറ് ഇങ്ങോട്ടാക്കിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് കൂടും. ഇതിനകത്ത് കാല് വല്ല വീണ്ടും ഉണ്ട് ഉണ്ട്, അതിനകത്തുണ്ട്. ഒരെണ്ണം പോരാ, ഒരെണ്ണേ ആ സൈഡ് നോക്കി. ഇതിന് അടയാളം വെക്കണ്ടല്ലോ. ആ സൈഡ് വെച്ചത് അത് കറങ്ങിപ്പോയി. അടയാളം ഉണ്ടായിരുന്നു, ഫ്രണ്ട് സൈഡായിരുന്നു. ഞാൻ എടുത്ത് വെച്ചതാ അവിടെ. വേണ്ട, ഇളക്കണ്ട, എല്ലാം കൂടെ ഇട്ട് ഇളക്കണ്ട. ഇളക്കണ്ട. കിട്ടുന്നത് കോരണം. അതെ അതെ, ഒരെണ്ണം മതി. ഒരെണ്ണം കിട്ടിയല്ല, അത് മതി. ഒരെണ്ണം പോരുന്നു, ഒരെണ്ണം പോരാ, രണ്ടെണ്ണം. ഇല്ല, ചോറിട്ട് കുഴപ്പമില്ല. അത് ഒരു സൈഡ് ഇളക്കി നോക്കിയാച്ചി. അല്ലല്ല, ഇതിനകത്താ ചെയ്തത്. ഇതിലാ വെച്ചത്. അല്ല, ഞാൻ ചോദിച്ചത് ചേച്ചിക്ക് മനസ്സിലായില്ല. അപ്പൊ മോരത്തിന്റെ ഇല്ലേ സാധനം അതിനകത്തും കാലില്ലേ? അത് ഞാൻ അങ്ങനെ വെച്ചില്ല, കാല് വേറെ ആയിട്ട്. ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവന്നതിനകത്ത് കാല് വേറെ ആയിട്ട് വെച്ചത്. അതാ കാല് രണ്ടെടുത്ത് നോക്കിയാൽ അത് ഏറ്റവും അടിയിൽ വെച്ചത്. നമ്മള് ഏത് സ്ഥലത്താണ് കേട്ടോ, അത് ഏറ്റവും അടിയിൽ പോയി. കൂട്ടോട് ചേർന്നും കറക്റ്റ് ഇത് ആദ്യത്തെ ലൊക്കേഷനിൽ പോവാണ്. അതാണ് പ്രശ്നം. കാലുണ്ടോ നോക്കണം. ഒരു സൈഡിൽ നോക്ക്, ഒരു സൈഡിലെ അങ്ങനെ കുത്തി പൊട്ടിച്ചു നോക്ക്, ഇട്ടോ നോക്ക്. നിങ്ങളെ ആദ്യമേ ലൊക്കേഷനിൽ പോകാനുള്ളത് ഇടും. അപ്പൊ അത് അത്രയും കുറഞ്ഞു വരുമല്ലോ. അല്ല, ലൊക്കേഷൻ ഇങ്ങനെ കൊണ്ടുപോകണം. ഓ, ഇങ്ങനെ കൊണ്ടുപോയി. ശരി ശരി. അതാ നല്ലതല്ലേ, അവിടെ ചെന്നിട്ട് പിന്നെ അങ്ങനെ പൊട്ടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടണം. ഏതാ ഈ എല്ലാം വിട്ട് ഇളക്കണ്ട, അത് ഉള്ളത് എടുത്ത് ഇട്ടാ മതി. അതിനകത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നല്ലോ. രണ്ടു പക്കം പൊള്ളിച്ചാ ഇത് ഫുള്ള് ഒരു കണ്ടെയ്നർ ഫുള്ള് സാലഡാ. രണ്ട് കണ്ടെയ്നറാ അല്ലേ? രണ്ട് സ്ഥലത്തേക്ക്. ഇത് മറ്റേ തീയല്, ഉള്ളി, ടൊമാറ്റോ കറി. ഇനി ഇളക്കല്ലേ കേട്ടോ, ഇളക്കല്ലേ, ഇട്ട് ഇളക്കല്ലേ. ഇളക്കി ഇനി ആ സൈഡും കൂടെ ഇളക്കി നോക്കിയാൽ പോയി പിന്നെ ആ ദം പോത്തില്ല. അവിടെ വരെ ചെല്ലുമ്പോ ദം വേണ്ടേ? എത്ര പേർക്കാ വെജിറ്റബിള്? ഏറ്റവും ഇത്രയും കൂടി വേണമല്ലോ. അല്ല, ചോറ് ചോറ് 3-4 ചോർക്ക് എടുത്തോട്ടുണ്ടോ? മാറ്റി വെച്ചേ. അതെടുക്കാം. അത് രണ്ടിടത്തേക്ക് ചേർത്തില്ല, ദമ്മ് ചെയ്യണം. ആ ചെയ്തോ. ഇട്ടോ ഇട്ടോ ഇട്ടോ. അത് ചോറ് നീ ഏതാ നോക്കാൻ? അങ്ങനെ കുത്തുള്ള എല്ലായിടത്തും ഇളക്കിയതാ, എല്ലായിടത്തും ഇളക്കിയതാ. ഇനി ഇളക്കണ്ട. ഉണ്ടല്ലേ? വേണ്ട വേണ്ട. ചേച്ചിയുടെ വീട്ടിലോട്ട് അപ്പുറം ആ, ഇനി കേട്ടോ, ചോറ് ഒരു പീസ് കിട്ടും. ആ ഇട്ടോ, ഒരു പീസ് കിട്ടും. മതി മതി മതി. അതെ. അഞ്ചും 10 മാറ്റാതെ ഇച്ചിരി കുറച്ചെടുത്താൽ മതി. ഇതിന്ന് വീട്ടിൽ കൊണ്ടുപോകാനുണ്ട്. ഇതിന്ന് കൊണ്ടുപോകാം. നാരങ്ങ കിട്ടാന്
വെട്ടിയെടുക്കും. ശേ എനിക്ക് പിന്നെ ഇങ്ങനെയിട്ട് മാന്തണ്ട. ചിക്കൻ എടുക്കാം. ചിക്കൻ വേണമെന്നൊന്നുമില്ല. അടിയിൽ നിന്ന് ഇച്ചിരി ഇങ്ങനെ എടുത്ത് ചിക്കൻ എടുത്ത് ഞങ്ങളിത് മെസ്സിൽ നിർമ്മാൻ പോകുന്നു. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ടൊന്നും ഇല്ല. നാരങ്ങ ഫ്രിഡ്ജിൽ ഇരുന്ന് എടുത്തോ. ഇത് എടുക്കുന്നതേ അല്ലല്ല മുകളിലിട്ടിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ ഇരുന്ന് എടുത്തോന്ന്. എന്തുവാ ആ അതെടുക്കണ്ട ആ എല്ലാവർക്കും അങ്ങനെ എടുക്കണ്ടേ? ഇവർക്ക് 2 കഷ്ണം എടുത്താൽ മതി. നമ്മൾക്ക് ഞങ്ങൾ ഇത് ഇങ്ങനെ മിക്സ് ആക്കണം. മിക്സ് ആകുമ്പോൾ കളറാവും. ചാറ് അതിനകത്ത് അടി കിടക്കുന്നില്ല. ആ ചാറ് മൊത്തത്തിൽ പീസ് മാറ്റിയിട്ട് ചാറ് മിക്സ് ആക്കും. അതിനെ അവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അത് കളറാവും. ഒരു പീസ് എടുത്ത് മുകളിൽ വെച്ചു. കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചൊന്നുമില്ല. എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. നീ വരുമ്പോൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. ഒരു ഗുളികയുടെ ആളാന്ന്. ഒല്ലോട് മരുന്ന് വേണ്ടാണോ?